1446 രൂപ കിട്ടും. 17ാമത്തെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 18ാമത്തെ ഓർഡർ അവർക്ക് അടിച്ചിരിക്കുകയാണ്. കണ്ടോ 25 രൂപ എക്സ്ട്രാ കിട്ടും. കണ്ടോ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ 19ാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയത് 1:43 ആണെന്ന്. ഹായ് ഫ്രണ്ട്സ്, സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കൊട്ടിയത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. സമയം 4:30 ആയിട്ടുണ്ട്. 4:30 ആയിട്ടുണ്ട്. നമ്മൾ 12 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഓഫ്ലൈനാണ് കേട്ടോ. അപ്പോൾ 4 മണി തൊട്ട് 5 മണി വരെയുള്ള ഗിഗ് നമുക്ക് കിട്ടിയില്ല. നമ്മളിപ്പോൾ 12 മണിക്ക് ഇറങ്ങി 4 മണി വരെ നമ്മൾ 5 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം ലോങ് ആയിരുന്നു കേട്ടോ. 2 ലോങ് ആയിരുന്നു. ഒന്ന് 110-ൻ്റെ, പിന്നെ ഒരെണ്ണം 101-ൻ്റെ ഒക്കെ ഉണ്ട്. റബ്ബർ ഇപ്പോഴും നമ്മൾ ബാക്ക് വീക്കിയിരിക്കണം കേട്ടോ. ബാറ്ററി മാറണം. ഇപ്പോൾ നമുക്ക് 314 രൂപ കിട്ടി. 5 ട്രിപ്പിന് തന്നെ 314. ഞാൻ പറഞ്ഞു ലോങ്ങായിരുന്നു. അപ്പോൾ 2 ദിവസം പനിയായിരുന്നു. പനിയായിട്ട് ഇറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഡയമണ്ട് പാർട്ട്ണർ ഈ ആഴ്ച വെളിയിൽ പോകുന്നതാണ് പറയുന്നത്. കുഴപ്പമില്ല, ഇനി 2 ദിവസവും കൂടെ ഉണ്ട്. 2 ദിവസവും കൂടെ അപ്പോൾ നമ്മൾ 75 ആവും. ഇപ്പോൾ 74-ലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല, അത് 75 ആവും. നമുക്ക് 3 മണി തൊട്ട് 4 മണി തൊട്ട് 5 വരെയുള്ള ഇത് കിട്ടിയിട്ടില്ല. ഗിഗ് കിട്ടിയിട്ട് സ്ലോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. നമുക്ക് എത്ര രൂപ ഇൻസെൻറ്റീവ് കിട്ടും, എന്നാൽ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിപ്പം കൊട്ടിയം റമീസ് ഹോട്ടലിൻ്റെ അടുത്തേക്കാണ്. മാത്തർ ഹൈപ്പർ മാർക്കറ്റ് നമ്മളിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു കേട്ടോ. കൊട്ടിയത്ത് നിന്ന് നമ്മൾ കൊട്ടിയത്ത് നിന്ന് ഓടി കൊല്ലത്ത് വന്നപ്പം പിന്നെ കഹുവേന്നൊരു ഓർഡർ അടിച്ചായിരുന്നു. 20 രൂപ ഓർഡർ. അതുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ നേരെ ഇവിടെ അൽട്ടാസയുടെ മുമ്പിൽ വന്നിരുന്നു. ഇവിടെ അപ്പോൾ ഓർഡർ അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ 2.5 കിലോമീറ്റർ മാറി കഹുവേന്ന് തന്നെ വീണ്ടും ഓർഡർ അടിച്ചു. നമ്മൾ തിരിച്ചു പോട്ടെ. എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം വരും. പനിയായിരുന്നു കേട്ടോ. 2 ദിവസം കട്ട പനിയായിരുന്നു. ഇപ്പോൾ പനിയൊക്കെ മാറി. ഒരു ഇഞ്ചക്ഷനൊക്കെ പോയി അങ്ങ് അടിച്ചപ്പോഴത്തേക്ക് പനിയൊക്കെ പമ്പടങ്ങും. സൗണ്ട് മാറി വരാൻ ഇനി 2-3 ദിവസം കൂടെ എടുക്കും. സാധനം എടുക്കാൻ ഓടി കഹുവയിലെത്തി. കഹുവയിൽ നിന്ന് കഴിഞ്ഞാൽ അൽട്ടാസയിലടിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അടിക്കും. വേറെ എവിടെയെങ്കിലും നിന്നാൽ കഹുവയിലടിക്കും. അങ്ങനെ ചില സമയത്ത് സൊമാറ്റോ സൈക്കോയൊക്കെ ആവും. ഭയങ്കര ബ്ലോക്കാണ്. ഇത് 7ാമത്താണ് കേട്ടോ. റെഡി ആയിട്ടില്ലല്ലോ. പിസ്സ, ഇവിടെ പിസ്സയൊക്കെ ഉണ്ടോ കഹുവേലി? 2ാം കുറ്റി കൊല്ലത്തോട്ടാണ്. കുഴപ്പമില്ല. ഇപ്പോൾ 6 ഇതും കൂടെ കൂട്ടി 7ാമത്തെയാണ് കേട്ടോ. പിസ്സ 35-40. ഇതാണോ? 2 ഉണ്ടോ? ഇതെന്താ? ഞാൻ ആദ്യം വിചാരിച്ചു ഇതാണ് പിസ്സ. ഇതെന്ത് പിസ്സ? ഇങ്ങനെ അത് അതിൻ്റെ ടിപ്പാണെന്ന് പറഞ്ഞു. ഇരിക്കല്ലേ, പറയുന്ന വീടല്ലേ, നേരെ എഴുതിട്ടോ. നമ്മൾ പിസ്സ ഡെലിവറി ചെയ്തു കേട്ടോ. ഇവിടെയാണ് TKMICTP. ഇവിടെയായിരുന്നു പിസ്സ ഡെലിവറി ചെയ്തു. പള്ളിമുക്കിൽ നിന്ന് ഇവിടെ വരെ എത്ര രൂപയുടെ ഓട്ടമാണെന്ന് നോക്കാം.
40 രൂപയുടെ ഓട്ടം, 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഈ സമയത്ത് റേറ്റ് കുറവാണ് കേട്ടോ. നമ്മളിന്ന് കൊട്ടിയത്ത് ഉമയനല്ലൂർ വെച്ച് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ എന്നെ വന്ന് പരിചയപ്പെട്ടു. അയാൾ എങ്ങനെയെന്നറിയോ എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത്? ഈ ഗ്ലാസ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളല്ല, റോഡിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പരിചയപ്പെട്ടു. അതെ, അയാൾ എന്നെ കണ്ട ഇത് വെച്ചാൽ ഈ അടയാളം വെച്ചാണ് എന്നെ തിരിച്ചറിയുന്നത്. നമ്മൾ മുഖം കാണിച്ച് വീഡിയോ അപൂർവമായിട്ടല്ലേ ചെയ്യുന്നല്ല, റോഡ് ഇങ്ങനെയല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. വണ്ടിയിൽ നിന്ന് ഗ്ലാസ് വെച്ചാണ് എന്നെ കണ്ടുപിടിച്ചത്. ഓ, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പേര് മറന്നുപോയി. അരുണോ എന്താ, അതല്ല, പേര് മറന്നുപോയി. എനിക്ക് പേര് പെട്ടെന്ന് നിൽക്കില്ല. 2-3 വട്ടമൊക്കെ വിളിച്ചാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ ഒക്കെ പേര് മനസ്സിലാക്കുക. അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിരിക്കുന്നതും ഒരു പിസ്സയാണ്. പിസ്സ ഇവിടെ കടപ്പാക്കടയിലുള്ള ഒരു പിസ്സക്കട ഉണ്ട്, ലാപ്പിനോസ്. വേണ്ട, ഇത് ലാപ്പിനോസ് പിസ്സ ഷോപ്പാണ് കേട്ടോ. ഫുഡ് റെഡി ആയിട്ടില്ല. ഓ, കുറച്ചുണ്ടല്ലോ. എന്തോ മാർഗറിറ്റ പിസ്സ, ചിക്കൻ 65 ആൻഡ് ചീസ് കശോഡിഷ്. എന്ത് പേരാണത്? ചാമക്കട. ഒരു 82-56. കട ക്ലോസോ? വെളിയിൽ നോക്കുമ്പോൾ ഓപ്പണാണ്, പക്ഷെ അകത്തുനിന്ന് കയറുമ്പോൾ കട ക്ലോസാണ്. നമ്മൾ 9ാമത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ശരി, 9ാമത്തെ ഓർഡർ അല്ല, 8ാമത്തെ ഓർഡർ. മഴ പെയ്തല്ലേ, ചെറുതായിട്ട് മഴ പെയ്തു. നമ്മൾ കൊടുത്ത ഓർഡർ ടെൻഡർ ചിക്കൻ ഫലൂഡ. റെസ്റ്റോറൻറ്റ് ഇതാണ്, ഫലൂഡ കിങ് മെരി ബോയ്. ഇതല്ലേ, ഇത് തന്നെ ആയിരിക്കും. ഇവിടെ നിന്നാണ് സാധാരണ അടിക്കുന്നത്. പേര് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നല്ലേ. ചിക്കൻ മിക്സ് ഐസ്ക്രീമോ? പോയി ചോദിച്ചു നോക്കാം. ഇവിടെ അല്ലേ ഏട്ടാ ഫലൂഡ കിങ്? അങ്ങനെ ഫ്രണ്ട്സ്, 8:50 ആയിട്ടുണ്ട്. നമ്മൾ 12ാമത്തെ ഓർഡർ ആയിട്ടേ ഉള്ളൂ. കുറേ ഓർഡർ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൽ ഹയാത്തിൽ പള്ളിമുക്കിൽ അവിടെ ഓർഡർ അടിച്ചു. ഇവിടെ റെഡിയായിരിക്കൊണ്ട് പോയി എടുക്കൊണ്ട് വരട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ ബാറ്ററി, ഗോഫറോടെ ബാറ്ററി തീർന്നു. ഇങ്ങനെ ചാർജ് ചെയ്ത് 10:51 11 മണിയാകാൻ പോകുന്നു. ഒരു ട്രിപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പം ട്രിപ്പ് എന്ന് പറയുന്നത് 14 ട്രിപ്പായതേ ഉള്ളൂ. നമുക്ക് ഇന്നിനി 15 ഏണിങ്സ് 744 15 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ. ആദ്യത്തെ ഇൻസെൻറ്റീവ് നമുക്ക് ഇനി പൊട്ടിക്കാൻ പറ്റും. എവിടെ ഫ്രൈഡേ 225 കിട്ടും കേട്ടോ. 250 ഇല്ലേ? ഭയങ്കര തേപ്പാണല്ലോ സൊമാറ്റോ. കുറേ അടുത്ത് ഭയങ്കര ഡിലേയും, ഹോട്ടലിൽ തന്നെ കുറേ ഡിലേ ആയി, കൊണ്ടു കൊടുക്കുന്നിടത്ത് കുറേ ഡിലേ ആയി, ഡിലേയോട് ഡിലേ ആയി.
ഇനി നേരെ പള്ളിമുക്കി പോയി. ഈ ഓർഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാടന്നടയിലാണ്. നേരെ പള്ളിമുക്കിപ്പോയി നിന്ന കാര്യമില്ല. നമുക്ക് അൽത്താസയുടെ അവിടെ പോയി ഓളയത്തോട് 11 മണിയായി. ഒന്നും കൂടെ കിട്ടിയാൽ 15 ആവും. പറഞ്ഞു തീർന്നില്ല, അതിനുമ്പേ ഓർഡർ കിട്ടി. ചിക്കിങ്ങിൽ കസ്റ്റമർ ടിപ്പ് 15 രൂപ കസ്റ്റമർ ടിപ്പും ഉണ്ട് കേട്ടോ. ഫാത്തിമ റനീസ് താങ്ക്സ് ഫാത്തിമ റനീസ്. നമുക്ക് നേരെ ചിക്കിങ്ങിലേക്ക് വിടാം. ചലോ ചിക്കിങ്. നമ്മളങ്ങനെ 15ാമത്തതായിട്ട് പോവുകയാണ്. കരിക്കോടൊക്കെയാണ് 15ാമത്തെ ട്രിപ്പ്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ 15ാമത്തെ കംപ്ലീറ്റ് ആകാൻ പോകുന്നു. 11:19. 15ാമത്തെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഞാൻ ഗോ ഹോം കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കളയും. 15ാമത്തെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 83 രൂപയാണ് കേട്ടോ. 15 രൂപ ടിപ്പുണ്ട്. ടോട്ടൽ നമ്മൾ ഇന്നത്തെ കിട്ടിയിരിക്കുന്ന 1051. ഇനിയും 3/4 മണിക്കൂറുണ്ട്. 3/4 മണിക്കൂറിൻ്റെ ഗോ ഹോം അടിച്ചിട്ടുണ്ട്. കിട്ടട്ടെ, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകും. പനിയൊക്കെ മാറി, പക്ഷേ എങ്കിലും ഒരു ചെറിയൊരു ക്ഷീണം. അല്ലെങ്കിൽ ഞാൻ 12-1 എടുത്ത് ഫുള്ള് അടിച്ചേനെ. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ഓട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടോ 3 ഫുള്ള് നമുക്ക് കിട്ടിയായിരുന്നു. ഒരു 1592, 1297, പിന്നെ ഒരു 1398. പിന്നെ ഞായറാഴ്ച ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. അന്ന് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പോയായിരുന്നു. എവിടത്തേന് ആറ്റിങ്ങ തൊട്ട് കഴക്കൂട്ടം വരെയുള്ള. പിന്നെ ഒരു 990 അന്ന് ഫുള്ള് അടിച്ചേനെ. അന്ന് പിന്നെ ഫസ്റ്റ് അടിച്ചപ്പോഴേ ഞാൻ പോയായിരുന്നു. പിന്നെ ഈ ആഴ്ച ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച 1616 ഫുള്ള് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് 980 അന്നും ഫുള്ള് അടിക്കായിരുന്നു. പക്ഷേ അന്നും പനിയുടെ ആ ദിവസമായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് പനി അടിച്ച് 2 ദിവസം ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് ഇന്ന് 1052 ഇന്ന് വേണമെങ്കിൽ ഫുൾ അടിക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ 12 രൂപ 1 എടുക്കണം, ഒരുപാട് താമസിക്കും, ചെറിയൊരു ക്ഷീണമുണ്ട്. നാളെ നോക്കട്ടെ, നാളെ ഫുൾ അടിക്കണം. അപ്പോഴ് ഇനി ഓർഡർ കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ഓർഡർ അടിച്ചേക്കുന്നത് കേട്ടോ. ഓർഡർ എടുക്കണമെങ്കിൽ 4-5 കിലോമീറ്റർ ദൂരെ പോയി എടുക്കണം. എവിടെയാണ് എടുത്തേക്കുന്നത്? എൻ്റെ മുന്നേ താജ് ചിക്കൻ കോർണർ പള്ളിമുക്കിൽ. ആലോചിച്ച് നോക്കി, അത് ഈ ഗോ ഹോം കൊടുത്തതിനെ കൊണ്ടാണ്. അവിടുന്ന് വീട്ടിലേക്കുള്ള വീടാണ്. 5 കിലോമീറ്റർ ദൂരെ പോയി സാധനം എടുക്കണമല്ലോ. വീട്ടിൽ പോകുന്ന വഴിയല്ലേ, അത് പോയി സാധനം എടുത്ത് കുട്ടിയത്തേക്കായിരിക്കും അടിച്ചേക്കുന്നത്. ഹോം കൊടുത്തത് നമ്മളങ്ങനെ. ഇതിൽ താജ് ചിക്കൻ കോർണർ എന്നാണെങ്കിലും ഹോട്ടലിൻ്റെ പേര് താജ് ഫാസ്റ്റ് ഫുഡ് ഉറച്ചിട്ടുണ്ട്. വാളത്തുണ്ടല്ലോ, അടുത്താണ്. ഇനി എനിക്ക് ഒരു ഓർഡറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ 12 to 1 കൂടെ എടുക്കും കേട്ടോ. പിന്നെ 17 ഓർഡറായ പിന്നെ കളഞ്ഞിട്ട് പോകണ്ടല്ലോ. 16ാമത്തെ കംപ്ലീറ്റ് ചെയ്തു നമ്മളിങ്ങനെ. പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഒരെണ്ണം കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 12 to 1 കൂടെ എടുക്കുക.
അങ്ങോട്ട് 12:50 11:50 തിരിച്ച് ഓടി അവിടെ എത്തണം ഫ്രണ്ട്സ്. അങ്ങനെ 11:54 അടുത്ത ഓർഡർ അടിച്ചു, 17ാമത്തെ ഓർഡർ. അപ്പോൾ 17ാമത്തെ ഓർഡർ അടിച്ചതിനെ കൊണ്ട് തന്നെ നമ്മൾ 12 to 11 കൂടെ എടുക്കുകയാണ് കേട്ടോ. അതായത് അടുത്ത ദിവസത്തെ നമുക്ക് 2 മണി വരെ, 2 മണിക്കുള്ളിൽ, അതായത് പിറ്റേ ദിവസം 2 മണിക്കുള്ളിൽ നമുക്ക് ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ 12 to 1 കൂടെ ഞാൻ എടുക്കുകയാണ്. ഇതും കൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ 17 ആവത്തില്ല. അറേബ്യൻ കഫേയിലാണ്, പക്ഷെ അവിടെ ഓർഡർ റെഡിയായിരിക്കുകയാണ്. അത് അത്ഭുതമാണ്, അറേബ്യൻ കഫേയിൽ ഓർഡർ റെഡിയായിരിക്കുന്നത്. ഇത് ഒരു 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഒന്നും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ 18 ഓർഡർ ആവില്ലേ, നമുക്ക് 350 രൂപ കിട്ടും. പിന്നെ ഒന്നും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ 500 കിട്ടില്ല. അതുകൊണ്ടിട്ട് 12 1.5 എടുത്തത്. പനിയുടെ ക്ഷീണമൊക്കെ നമുക്ക് പൈസ കിട്ടുമ്പോൾ മറക്കാലോ. ബൈക്കിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും സൗണ്ട് വെച്ച് തുടങ്ങി. അതാണ് മടുപ്പ്. പണ്ടാര ഈ പണിക്കിറങ്ങിയ കുഴപ്പമില്ല, വണ്ടി പണിഞ്ഞ് ഞാൻ മടുപ്പ്. അപ്പോൾ അവിടെ ബാറ്ററി പോയിരിക്കുകയാണ്. ബാറ്ററി സെൽഫ് എടുക്കില്ല, ഞാൻ കാണിച്ചു തരാം. സെൽഫ് എടുക്കില്ല, ബാറ്ററി പോയി. 1400 രൂപ ഉണ്ടാവും. ഇത് കിട്ടിയിട്ടുണ്ട്. കടപ്പാക്കടയിലാണ് കൊടുക്കേണ്ടത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ 17ാമത്തെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 മണിക്ക് ശേഷം ഓർഡർ അടിക്കുന്നതിനൊക്കെ ഇൻസെൻറ്റീവ് കിട്ടും കേട്ടോ. സർജ് കിലോമീറ്റർ ദൂരം അനുസരിച്ച് എക്സ്ട്രാ പൈസ കിട്ടും 12 മണിക്ക് ശേഷം. പക്ഷെ 12 മണിക്ക് ശേഷം ഹോട്ടലുകൾ കുറവാണ്, ഭയങ്കര ഡിലേ ആയിരിക്കും ഓർഡർ അടിച്ച്. നമുക്കിനി 2 എണ്ണം കൂടെ അടിച്ചാൽ ഫുള്ള് കിട്ടും. അടിക്കും എന്ന പ്രതീക്ഷയല്ല നമ്മൾ പിന്നെ ഒരു കേക്കും കൂടെ എടുത്തിരിക്കുന്നത്. കോളയത്തോടുണ്ട്, പള്ളിമുക്കിലൊരു ഹോട്ടലുണ്ട്, അറബി നമ്മളിപ്പോൾ എടുത്ത ഹോട്ടൽ. പിന്നെ മാടന്നട ചിക്കി ബുക്കുണ്ട്, പിന്നെ അയത്തിലുണ്ട് അൽബേക്ക്, പിന്നെ ഉമയനല്ലൂരുണ്ട്, ചിക്ക് സ്പോട്ട്. അങ്ങനെ കുറച്ച് കടകളാണ് 12 മണിക്ക് ശേഷം തുറക്കുന്നത്. അവിടെയൊക്കെ നല്ല ഓർഡർ അടിയാണ്, ഭയങ്കര വെയിറ്റിംഗാണ്. ദൂരമായിരിക്കും കൂടുതൽ അടിക്കുന്നത് 12 മണിക്ക് ശേഷം അടിച്ചാൽ. മഴ ചേർന്നു. അങ്ങനെ നമ്മൾ 18ാമത്തെ ഓർഡർ നമുക്ക് അടിച്ചിരിക്കുകയാണ്. കണ്ടോ, 25 രൂപ എക്സ്ട്രാ കിട്ടും. കണ്ടോ, 6 കിലോമീറ്റർ. 30 രൂപ ടിപ്പ് കിട്ടും. നിതിൻ മോഹൻ, താങ്ക് യു നിതിൻ മോഹൻ. നമുക്ക് 18ാമത്തെ, അപ്പോഴേ നമുക്ക് 2ാമത്തെ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ ഈ പിസയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്ത് പിസ, എന്തൊരു പിസ. ഓക്കെ, അത് കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഒന്നും കൂടെ അടിച്ചാൽ ഫുള്ള് കിട്ടും. അതും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ 1 to 2 എടുക്കും. അങ്ങനെ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. 2 മണി വരെ നമുക്ക് സമയമുണ്ട് കേട്ടോ. 19 തേക്കാൻ നമ്മൾ ഉറങ്ങുന്ന സമയമാണ് കുറച്ച് വരുന്നത്. അങ്ങനെ നമ്മൾ 18ാമത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയത് 101 രൂപയാണ് കേട്ടോ, ടിപ്പ് സഹിതം. എല്ലാം കൂടെ 101 രൂപയാണ്. നമുക്ക് ഇനി അരമണിക്കൂറുണ്ട്. നമുക്ക് നേരെ വിട്ട് അയത്തി പോവാം. അയത്തി അൽബൈക്കിൻ്റെ ഉന്നി വഴി വയ്ക്കും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 19ാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. അൽ താജ് ഫാസ്റ്റ് ഫുഡ്, കടപ്പാക്കട. ഓക്കെ, താജ് ഫാസ്റ്റ് ഫുഡ്. 12ാമത്തെ ഓർഡർ, അല്ല 19ാമത്തെ ഓർഡർ അടിച്ചിരിക്കുക. ഇന്ന് അങ്ങനെ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ കൂടെ എക്സ്ട്രാ ഓടേണ്ടി വന്നു. ഇവിടെ എന്തൊക്കെ ഫിനിഷ് പണിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നു തോന്നുന്നു.
അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. 12:42 ഹോട്ടലിലെത്തി. ഇവിടെ താജായിരുന്നല്ലേ ആ റൂമേ രാത്രി ഉണ്ടാ ക്ലോസ് ആയി. നമ്മളങ്ങനെ അത് കളക്ട് ചെയ്ത്. അതിവിടെ അടുത്താണ്. അടുത്തതിനെ കൊണ്ട് തന്നെ സർജ് 17 കിട്ടിയുള്ളൂ. 12 മണിക്ക് ശേഷമുള്ള സർജ്. ദൂരം കൂടുന്നതനുസരിച്ചാണ് സർജ് കിട്ടുന്നത് കേട്ടോ. കണ്ട അപ്പോൾ സമയം 12:45. ഇവിടെ ഫുള്ള് കാലിയാണ്. എന്തിനുള്ള സ്ഥലമാണ്, ഫുള്ള് കാലിയാണ്. നമുക്ക് രാത്രി ഓർഡർ ഡെലിവറി എന്ത് എളുപ്പമെന്നറിയോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് റെയിൽവേ ഗേറ്റ് അടക്കില്ലേ. അടച്ചില്ല. രാത്രി ട്രെയിനിങ് കുറവാണ്. വണ്ടികൾ മാത്രമല്ല, ട്രെയിനിങ് കുറവാണ്. സിമ്പിൾ. ഇപ്പം 5-10 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ രാത്രി ഓർഡർ ഡെലിവറി ചെയ്യാൻ അടിപൊളിയാണ്. നമ്മളെ 19ാമത്തെ ഓർഡറാണ് ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 19ാമത്തെ ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഗോ ഹോം കൊടുത്തേ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും വിടും. നമ്മളങ്ങനെ ഡെലിവർ ചെയ്തു. ഏത് വഴി പോയാലാണ് അല്ലേ? ഓക്കെ, നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. ഇന്നത്തെ ഏണിങ്സ് പിറ്റേ ദിവസമായല്ലോ. 16-ാം തീയതി 1446 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഈ 12 മണിക്ക് ശേഷം ഓടിയ ഏണിങ്സ് അത് 146 രൂപ. അത് പിറ്റേ ദിവസത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഫുള്ള് കിട്ടി 1456. ഫുൾ ഇൻസെൻറ്റീവ് കിട്ടി. കൊണ്ടാറിത് എങ്ങോട്ടാണ് പോകേണ്ടത്? അൽട്ടാസ ലൊക്കേഷൻ ഇട്ടേക്കാം. അങ്ങോട്ട് തന്നെ. തന്നെ അങ്ങോട്ട് തന്നെ. ഇനി ഞാൻ വീട്ടിൽ എത്ര മണിക്ക് എത്തുന്നെന്ന് കാണാൻ. വീട്ടിൽ എത്തുമ്പോൾ 2 മണി കഴിയും. അതും കൂടെ കാണിച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് കിട്ടിയത് 1446. 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് രാത്രി 2 മണിക്കുള്ളിൽ 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മതി. 12 മണിക്ക് ശേഷം വരുന്ന ഓർഡറിൻ്റെ ഏണിങ്സ് പിറ്റേ ദിവസത്തിലായിരിക്കും വരുന്നത്. പക്ഷേ 19 കംപ്ലീറ്റ് ചെയ്ത ആ ഇൻസെൻറ്റീവ് നമ്മൾ അതായത് തലേ ദിവസത്തിലായിരിക്കും കൂട്ടുന്നത്. ടോട്ടൽ അപ്പോൾ കാണിച്ചല്ലോ 1446 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ ഇന്ന് ഓടിയത് എല്ലാം കൂടെ 1550 ഉണ്ട്. പക്ഷേ ആ 140 രൂപ പിറ്റേ ദിവസത്തേക്കാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ 550 രൂപ ഇൻസെൻറ്റീവ് കിട്ടപ്പോൾ ക്ഷീണമൊക്കെ മറക്കും. 1 മണിക്കൂർ എക്സ്ട്രാ ഓടിയതുകൊണ്ട് 550 രൂപ എക്സ്ട്രാ കിട്ടി. അതായത് 225 രൂപ കിട്ടി. ഞാൻ പോകേണ്ടതായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ കൂടെ എക്സ്ട്രാ എടുത്തതിനെ കൊണ്ട് ഏകദേശം എത്രയാണ്? 300, 550 225 കുറച്ച് എത്ര എടുക്കും? അത്രയും കിട്ടി. 350 രൂപ. 450, 550, 325 രൂപ എക്സ്ട്രാ കിട്ടി. അടിപൊളിയല്ലേ? അതാണ് സൊമാറ്റോ. അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയത് 1:43 ആയപ്പോഴാണ്. 2 മണിക്കാണ് വീട്ടിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ